ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് പോപ്പ അറിയോടി നീ ഏതാന്ന് നമ്മള് നോക്കുന്ന പോലും ഇല്ല. അത് ഇത് ഇങ്ങനെ കാണിച്ചു വിടും ഞാൻ. ഓടുവാനോ പിന്നെ ഓടിന്ന് പോയില്ലോ. കണ്ടോ അപ്പച്ച കണ്ടോ? ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ഇന്ന അപ്പച്ചനെ നീ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇപ്പം നേരത്തെ കണ്ട വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ചത് എൻ്റെ മാവിയും അങ്കിളും അവരുടെ മോളുമാണ് സംസാരിച്ചതും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ജോനായ്ക്ക് വിഷ് ചെയ്താണ്. ഇന്ന് ജോനയുടെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പം അതിന് വേണ്ടി ജോനെ വിളിച്ചിട്ട് ഇന്ന് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിവിടെ അല്ല, അവരങ്ങ് മധ്യപ്രദേശിലാണ്. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നല്ല ജോലി ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ നേരത്തെ പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഇവിടെ ക്ലീനിങ്, പിന്നെ തുണിയെല്ലാം പറക്കണം, ഒതുക്കണം, പഴയ തുണികൾ, പുതിയ തുണികൾ, അങ്ങനെ കുറച്ച് സെപ്പറേറ്റ് കിടക്കുമായിരുന്നു. എൻ്റെ ജോലി അതായിരുന്നു. അതിൻ്റെ ഇടയിൽ വേണ്ട ഒരാൾ അകത്ത് കയറിയിട്ട് കഥ അടയ്ക്കും, എന്നെ നോക്കും, അങ്ങനെ കളിയായിരുന്നു. അവളും ഞാനും തമ്മിൽ കളിച്ച് അങ്ങനെ പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കാൻ എഴുതി. ഇന്നാണ് ജോനയുടെ ബർത്ത്ഡേ ദിവസം. അങ്ങനെ ഞാൻ വേഗം അനങ്ങനെ ഞാനും ജോനയും മാത്രമേ ഉള്ളൂ. ജോലി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു, ചാച്ചൻ ജോലിക്കും പോയി. ഉച്ചയാകുമ്പോൾ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളെല്ലാം വേഗം ഞാൻ ചെയ്യുമായിരുന്നു. ഇന്നാകെ ഒരു രാവിലെ ഉഷാറായിട്ട് നിന്നങ്ങ് ചെയ്ത് വേറൊന്നും നോക്കില്ല. കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അല്ലേ എന്നൊക്കെ കരുതി ഞാൻ പടയെന്നൊക്കെയാണ് ഇന്ന് പണിയെടുത്തത്. പിന്നെ തുണി ഇവിടെ 2 തുണി കഴിവിട്ടുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് ദിവസമൊക്കെ എനിക്ക് വയ്യ, എന്തെങ്കിലും മുഷിവാണെങ്കിൽ അവിടെ ഇട്ടേക്കും. ഞാൻ 2-3 ദിവസത്തെ തുണികൾ കുറേ ഉണ്ടായിരുന്നു. പിള്ളേരുടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും ചാച്ചൻ്റെ തുണികളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മടക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ്ട് ഒരാൾ അവിടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. മമ്മി എന്താ ചെയ്യുന്നത്, മമ്മി എന്നെ ശ്രദ്ധിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അകത്ത് കയറുന്നു, കഥ അടയ്ക്കുന്നു. പിന്നെ എന്നോട് കൂക്ക് കളിക്കുക. അവൾ കൂക്കു ഇന്നിൻ്റെ ബർത്ത്ഡേ കാര്യം കൂടെ ഇല്ലേ, വൈകുന്നേരം അറിയാം. പിന്നെ ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. അവൾ എന്നോടൊപ്പം ഓണായിട്ട് എന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഉറങ്ങാനൊക്കെ വന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. കുറേ വൃത്തികേടായിട്ട് കുറേയൊക്കെ ഞങ്ങൾ ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒതുക്കാനുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ വന്നപ്പോൾ ഇതെല്ലാം ഒതുക്കി വൃത്തിയാക്കിയിട്ടാണ് ഇതിനകത്ത് കയറിയത്. പക്ഷേ പിന്നെ ഇത്രയും നാളായിട്ടും ഒതുക്കാൻ പറ്റാതെ കുറേ സാധനങ്ങൾ, കുറേ പാത്രങ്ങളൊക്കെ ഒതുക്കാനൊക്കെ ഒരുപാട് ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം ഒതുക്കി വെച്ച് ഒരു വിധമൊക്കെ ഒന്ന് ആക്കി വെച്ച്, എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, പൊടിയും മാറാലയും എല്ലാം കൊണ്ട് ഒരു പരിപാടിയിരിക്കുകയാണ്. പാത്രങ്ങളൊക്കെ തേച്ച് വെളുപ്പിച്ച് ഒരു പരിപാട്ടാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അവളോട് സംസാരിക്കുവാണ്, മോളെ കൈ അടയല്ലേ, കൈ പോവല്ലേ, കൈ നോവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുവാണ്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഓരോ പണികൾ ഞാൻ ചെയ്യുന്നത്. ഇതിപ്പം ഇപ്പോഴെങ്ങനെ തീരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും തീരത്തില്ല. അത്രയും തുണികളാണ്, മടക്കാനും പറക്കാനും എല്ലാം വൃത്തിയായിട്ട് വെക്കുകയാണ്. അങ്ങനെ അതവിടെ ഇങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ജോലിയിലൊക്കെ തുടങ്ങാൻ രീതിയാണ്. ഇതൊക്കെയാണ് ഇവിടെ ഡിസപ്പയർ ആയിട്ടിരിക്കുന്ന പാത്രങ്ങൾ, അല്ലാത്ത സാധനങ്ങൾ. അപ്പോൾ എല്ലാം ഒന്ന് മാറ്റി ശരിയാക്കി വെക്കാമെന്ന് കരുതി പിന്നെ എല്ലാം ഓരോ പടിപടിയായിട്ട് ഞാൻ ജോലി ചെയ്ത്. അതിൻ്റെ ഇടയിൽ കൊച്ചെനിക്ക് കുറച്ച് ഇടയ്ക്കൊക്കെ ഒരു ഇച്ചിരി ഇത് ചെന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് ജോലിയെല്ലാം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചടപടേന്ന് ഞാൻ ഓരോന്നങ്ങ് ചെയ്യുവാണ്. ഒതുക്കിന് ശേഷം ഞാൻ അങ്ങോട്ട് അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്തതായിട്ടുള്ള സാധനങ്ങൾ, അത്യാവശ്യം വേഗം എടുക്കേണ്ടതെല്ലാം ഇങ്ങോട്ട് മാറ്റി വെക്കും. എടുക്കാത്ത സാധനങ്ങളൊക്കെ, ജഗ്ഗ് നമുക്കങ്ങനെ ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം വെള്ളം കുടിക്കാനോ അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നോണം വേണമെന്നൊക്കെ ഞാൻ കരുതിയെങ്കിലും പക്ഷെ ഇന്ന് ജഗ്ഗിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പം ജഗ്ഗ് ഇത് നമ്മുടെ ഹസ്ബൻഡിന് മനോരമയിൽ നിന്ന് അത് ഗിഫ്റ്റ് കൊടുത്തതാണ്, അങ്ങനെ കിട്ടിയ സാധനമാണ്. പിന്നെ ആ ഒരു കുഞ്ഞ പാത്രം ഞങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നു. ഇതെൻ്റെ ചോറ് പാത്രമാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ചോറ് കൊണ്ടുപോയ പാത്രമാണ്. അപ്പോഴും എനിക്കത് ഓർമ്മയായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. എനിക്കത് കളയാനും തോന്നില്ല, മനസ്സൊന്നും വരുന്നില്ല. സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ആ കുഞ്ഞിക്കലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ്, എന്തെങ്കിലും കറി ഒഴിച്ച് വെക്കാനോ അങ്ങനെയൊക്കെ. ഇത് പിന്നെ നമ്മുടെ അപ്പച്ചട്ടിയാണേ. അപ്പോൾ അപ്പച്ചട്ടിയുടെ അതിൻ്റെ മേൽവശത്തെ അതെല്ലാം കൂടെ ഒരുമാതിരി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുത്തതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ. അത് കഴിഞ്ഞ് അടുത്ത് നോക്കുമ്പോൾ താഴെ കിടക്കുന്നു. അതെല്ലാം ക്ലീൻ ചെയ്തപ്പോഴത്തേനും നമ്മുടെ ചോറ് ഏകദേശം പരുവായിട്ടുണ്ടായിരുന്നു. അത് ഊറ്റിയിട്ട് പിന്നെ നല്ല കുഴിചാള ഉണ്ടായിരുന്നു, അത് വെട്ടി ഇനി കറി വെക്കണം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എല്ലാം ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം ചടേന്ന് പോയി കുടിച്ചിട്ട് വന്നിട്ട് തുടങ്ങിയതാണ് ഈ പരിപാടി, പായസം വെക്കുന്ന പരിപാടി. അതിൻ്റെ ഇടയിൽ കുഞ്ഞാവ് ഉറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ അവൾ കിടന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ അവളെ കിടന്ന്
കുളിപ്പിച്ച് വൃത്തിയാക്കി അവളെ കിടത്തി ഉറക്കി ശേഷം വീണ്ടും വന്ന് അപ്പോഴത്തേനും ഞങ്ങളുടെ ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ പപ്പയുടെ അനിയന്, പിന്നെ ഹസ്ബൻഡിൻ്റെ ഓഫീസിലെ സാറുമാർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കണ്ണാടിയിട്ട് അവിടെ നിൽക്കുന്നതാണ് ഹസ്ബൻഡിൻ്റെ പപ്പ, ഇപ്പുറം നിൽക്കുന്ന പപ്പയുടെ അനിയൻ്റെ ഭാര്യയാണ്. അപ്പം ഞാനതിന് ശേഷം അവരെല്ലാം വന്ന ശേഷമാണ് ഞങ്ങൾ കേക്ക് പൊട്ടിക്കുന്നതും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ബർത്ത്ഡേക്കുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതിന് മുമ്പ് തന്നെ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് പൊട്ടിക്കലാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ജോലിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനാകെ ആകുലപ്പെട്ടു, ഇതെങ്ങനെ സംഭവം, ഇത് ഫുള്ള് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, ഇതെങ്ങനെയാണെന്നുള്ളത്. അച്ചാച്ചൻ എന്നോട് പറഞ്ഞു നീ കേക്ക് പൊട്ടിക്കടി. ഞാനങ്ങനെ ആലോചിച്ചു പതിയെ കണ്ട് നിന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന രീതിയിൽ പതിയെ കണ്ടൊക്കെയാണ് കേക്ക് പൊട്ടിച്ചത്. എന്നാലും വല്ലാത്തൊരു കോട്ടിങ് തന്നെയായിരുന്നു. സാധനം നമ്മൾ പറഞ്ഞ് ചേച്ചിയാണ് ഒരു കടയിൽ നിന്ന്, അപ്പം അവരതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കെട്ടി മുറിച്ച് അതിൻ്റെ ഇടയിൽ ഇതാണ്ട് അപ്പൻ്റെ മോളൊരു ചെറിയ സെൽഫികളെ എന്താ പറയുക. അങ്ങനെ നമ്മുടെ ഫൈനൽ കേക്ക് തുറന്ന് അതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് ബാർബിയുടെ ഒരു ഇതാണ്. അപ്പം ജോന എന്നാണ് വരുന്നത്, പക്ഷെ അവർ ജാന എന്നാണ് എഴുതി തന്നത്. JOANN ജോന എന്നാണ് വരുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞു ആവെ കൊണ്ട് കേക്ക് അങ്ങനെ മുറിപ്പിച്ച് ആൾ കരഞ്ഞൊന്നുമില്ല, ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേക്കാണെങ്കിൽ ആൾ നല്ല ഓർമ്മ. ഞാൻ ആളെ കൊണ്ട് പക്ഷേ ഈ എല്ലാവരും കൊടുത്തപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വായിക്കില്ലല്ലോ, കൈ ഇതാണ് അമ്മച്ചി, ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. ഈ ഹസ്ബൻഡിൻ്റെ പപ്പാണ് അതിനാണ് ഈ വേണ്ട വെള്ള ഷർട്ടാണ് ഹസ്ബൻഡിൻ്റെ ചേട്ടാ ജോയിനെ കൊടുക്കുമ്പോളെ ചേട്ടൻ ആദ്യം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോറി ഫോർ എവരിത്തിങ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ കമന്റുകളൊക്കെ അറിയിക്കണേ. എല്ലാവരും വീഡിയോ മിസ്സാക്കല്ലേ. അങ്ങനെ അത് അവിടെ മനോഹരമായിട്ട് തന്നെ നടന്നു. തരുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ശേഷം താണ്ട് ഇവിടെ ഓണായിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്ന സാറന്മാരെല്ലാവരും പായസം കുടിച്ച്. പിന്നെ ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അതും കൊടുത്ത് മനോഹരമായിട്ട് ഇന്നത്തെ നമ്മുടെ സെലിബ്രേഷനും പൂർത്തിയായി. എല്ലാം മനോഹരമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ആൻറ്റി അങ്കിളും കഴിച്ചു കഴിഞ്ഞാൽ അവർ പോവാണ്. അപ്പം അത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.